കേരള ചരിത്രം, യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും, ഇന്ത്യയുമായി നാവികമാർഗ്ഗം വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം പോർച്ചുഗൽ. ഇന്ത്യയുമായി നാവികമാർഗ്ഗം വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം പോർച്ചുഗൽ. കടൽ മാർഗ്ഗം യൂറോപ്പിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ നാവികൻ വാസ്കോഡഗാമ. വാസ്കോഡഗാമ കോഴിക്കോട്ടെത്തിയ കപ്പൽ സാവോ ഗബ്രിയേൽ. വാസ്കോഡഗാമ കോഴിക്കോട്ടെത്തിയ കപ്പൽ സാവോ ഗബ്രിയേൽ. ആദ്യ ഇന്ത്യൻ സന്ദർശനത്തിൽ വാസ്കോഡഗാമയ്ക്ക് എത്ര മടങ്ങ് ലാഭമാണ് ലഭിച്ചത്? 60. കേരളത്തിലേക്കുള്ള രണ്ടാമത്തെ യാത്രയിൽ 1502 വാസ്കോഡഗാമയുടെ കപ്പൽ അടുപ്പിച്ച ദ്വീപ് 5 ദ്വീപ്. വാസ്കോഡഗാമ വൈസ്രോയിയായി കേരളത്തിലെത്തിയ വർഷം 1524. മൂന്നാം സന്ദർശനം. വാസ്കോഡഗാമ വൈസ്രോയിയായി കേരളത്തിലെത്തിയ വർഷം 1524. വാസ്കോഡഗാമയുടെ മരണം ഏത് വർഷത്തിലായിരുന്നു? 1524. വാസ്കോഡഗാമയുടെ മരണം ഏത് വർഷത്തിലായിരുന്നു? 1524. 1500 മുതൽ 16 വർഷക്കാലം മലബാറിലെ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥനായ ഗ്രന്ഥകാരനാര്? ബർബോസ. ബ്ലൂ വാട്ടർ പോളിസിയുമായി ബന്ധപ്പെട്ട ഭരണാധികാരി ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ബ്ലൂ വാട്ടർ പോളിസിയുമായി ബന്ധപ്പെട്ട ഭരണാധികാരി ഫ്രാൻസിസ്കോ അൽമേഡ. ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് ഗവർണർ എന്നറിയപ്പെടുന്നത് അൽഫോൻസോ ഡി അൽബുക്കറക്ക്. ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് ഗവർണർ എന്നറിയപ്പെടുന്നത് അൽഫോൻസോ ഡി അൽബുക്കറക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് ഭരണത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ അൽബുക്കറക്ക്. പോർച്ചുഗീസുകാർക്ക് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന ആധിപത്യം തകർത്ത യൂറോപ്യൻ ശക്തി ഡച്ചുകാർ. പോർച്ചുഗീസുകാർക്ക് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന ആധിപത്യം തകർത്ത യൂറോപ്യൻ ശക്തി ഡച്ചുകാർ. അവസാനമായി ഇന്ത്യ വിട്ടുപോയ യൂറോപ്യൻ ശക്തി ഏത്? പോർച്ചുഗീസുകാർ. 1961. അവസാനമായി ഇന്ത്യ വിട്ടുപോയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ. 1961. പോർച്ചുഗീസുകാരെ ഡച്ചുകാർ കൊച്ചിയിൽ നിന്നും പുറത്താക്കിയ വർഷം 1663. പോർച്ചുഗീസുകാരെ ഡച്ചുകാർ കൊച്ചിയിൽ നിന്ന് പുറത്താക്കിയ വർഷം 1663. ഡച്ചുകാർക്ക് ഇന്ത്യയിലേക്ക് വരാൻ ആവശ്യമായ മാർഗനിർദ്ദേശം നൽകിയ സഞ്ചാരി ലിൻ ഷോട്ടൻ. ഡച്ചുകാരുടെ ആദ്യത്തെ കപ്പൽ സമൂഹം കൊച്ചിയിൽ എത്തിയത് ഏത് വർഷത്തിലാണ്? AD 1604. ഡച്ചുകാരുടെ ആദ്യത്തെ കപ്പൽ സമൂഹം കൊച്ചിയിലെത്തിയത് 1604 AD. 1604 സാമൂതിരിയുമായി കരാറിൽ ഏർപ്പെട്ട ഡച്ചു സംഘത്തെ നയിച്ച അഡ്മിറൽ സ്റ്റീവൻ വാൻഡർ ഹേഗൻ. ഡച്ചുകാർ ആദ്യം ഉടമ്പടി ഉണ്ടാക്കിയ ഇന്ത്യയിലെ പ്രാദേശിക ഭരണാധികാരി സാമൂതിരി. കേരളത്തിൽ നാടുവാഴികളുടെ ആഭ്യന്തര ഭരണകാര്യത്തിൽ നേരിട്ട് ഇടപെട്ട ആദ്യ യൂറോപ്യൻ ശക്തി ഡച്ചുകാർ. 1555 കൊച്ചി രാജാവ് വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ മട്ടാഞ്ചേരിയിൽ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം 1663 ഡച്ചുകാർ പുതുക്കി പണിതതിനെ തുടർന്ന് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഡച്ച് കൊട്ടാരം. തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധം കുളച്ചൽ യുദ്ധം. 1741. തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധം കുളച്ചൽ യുദ്ധം. 1741. കുളച്ചൽ യുദ്ധത്തിൽ കീഴടങ്ങിയ ഡച്ച് സേനാധിപതി ആരുടെ സേവനം പ്രയോജനപ്പെടുത്തിയാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ പുനഃസംഘടിപ്പിച്ചത്? ഡിലനോയ്. പാലിയത്തച്ഛൻ്റെ മരണത്തെ തുടർന്ന് ഡച്ചുകാർ കൊച്ചി രാജ്യത്ത് പ്രധാനമന്ത്രിയായി നിയമിച്ച ഡച്ച് ഉദ്യോഗസ്ഥൻ ഹെൻറിക് റിൻസ്. സാമൂതിരിയുമായി അഴീക്കോട് സന്ധിയിൽ ഏർപ്പെട്ട യൂറോപ്യൻ ശക്തി ഡച്ചുകാർ. സാമൂതിരിയുമായി അഴീക്കോട് സന്ധിയിൽ ഏർപ്പെട്ട യൂറോപ്യൻ ശക്തി ഡച്ചുകാർ. മാർത്താണ്ഡവർമ്മയുമായുള്ള അധികാര തർക്കത്തിൽ കൊട്ടാരക്കര റാണിയുടെ പക്ഷം പിടിച്ച് ഇടപെടലുകൾ നടത്തിയ യൂറോപ്യൻ ശക്തി ഡച്ചുകാർ. എത്ര വർഷമാണ് കൊച്ചിയിൽ ഡച്ച് മേധാവിത്വം ഉണ്ടായത്? 132. 1663 മുതൽ 1795 വരെ. ഡച്ചുകാർ കേരളത്തിൽ നിന്ന് നിശ്ശേഷം ഒഴിഞ്ഞുപോയത് എന്ന്? 1795. കേരളത്തിൻ്റെ ചരിത്ര രേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഇംഗ്ലണ്ട്.
മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെട്ടത് മാസ്റ്റർ റാഫൽ ഫിച്ച്. എത്രാം ശതകത്തിലാണ് ഇംഗ്ലീഷുകാർ വ്യാപാരത്തിന് ആദ്യമായി കേരളത്തിലെത്തിയത്? 17. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ ക്യാപ്റ്റൻ കീലിംഗ് കേരളത്തിലെത്തിയ വർഷം 1615. സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ക്യാപ്റ്റൻ കീലിംഗ്. സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ക്യാപ്റ്റൻ കീലിംഗ്. ഇംഗ്ലീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ താവളം വിഴിഞ്ഞം. ഇംഗ്ലീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ താവളം വിഴിഞ്ഞം. 1644 വിഴിഞ്ഞത്ത് ഇംഗ്ലീഷുകാർക്ക് ആദ്യത്തെ ഫാക്ടറി നിർമ്മിക്കുന്നതിന് അനുമതി നൽകിയ വേണാട് രാജാവ് വീരരവിവർമ്മ. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. തലശ്ശേരിയിൽ പണ്ടികശാല നിർമ്മിക്കുന്നതിനുള്ള അനുവാദം ഇംഗ്ലീഷുകാർക്ക് 1682 ലഭിച്ചത് ഏത് ഭരണാധികാരിയിൽ നിന്നാണ്? കോലത്തിരി. മലബാറിലെ ഭരണം ചിട്ടപ്പെടുത്തുവാൻ എത്തിയ ഇംഗ്ലീഷ് കമ്മീഷണർമാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു? തലശ്ശേരി. ഏത് യുദ്ധത്തിലേറ്റ പരാജയത്തെ തുടർന്നാണ് ടിപ്പു സുൽത്താൻ മലബാറിലെ ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ഏത് യുദ്ധത്തിലേറ്റ പരാജയത്തെ തുടർന്നാണ് ടിപ്പു സുൽത്താൻ മലബാറിനെ ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം. ഏത് ഉടമ്പടി പ്രകാരമാണ് മലബാർ ടിപ്പുവിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. ഏത് ഉടമ്പടി പ്രകാരമാണ് മലബാർ ടിപ്പുവിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായ വർഷം 1792. ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായ വർഷം 1792. ബ്രിട്ടീഷ് മലബാറിൻ്റെ ആസ്ഥാനമായിരുന്ന പട്ടണം കോഴിക്കോട്. കേരളക്കരയിൽ പരാജിതരായ ഡച്ചുകാരിൽ നിന്ന് അവരുടെ ആധിപത്യത്തിലുള്ള പ്രദേശങ്ങൾ ലഭിച്ചതാർക്കാണ്? ഇംഗ്ലീഷുകാർ. ഏത് വർഷം വരെയുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ചാണ് വില്യം ലോഗൻ രചിച്ച മലബാർ മാനുവൽ പ്രതിപാദിച്ചിരിക്കുന്നത്? 1885. മലബാർ കുടിയാന്മ നിയമം നടപ്പാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ലോഗൻ കമ്മീഷൻ. ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം മലബാറിലെ ഭരണം ക്രമീകരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത് ജോയിൻറ്റ് കമ്മീഷണർമാർ. മലബാർ പ്രദേശത്തെ ഭരണം ചിട്ടപ്പെടുത്താൻ കമ്മീഷണർമാർ എത്തിയത് ഏത് വർഷത്തിലാണ്? 1792. മലബാറിനെക്കുറിച്ചുള്ള ആദ്യത്തെ കൊളോണിയൽ റിപ്പോർട്ട് ഏതായിരുന്നു? ജോയിൻറ്റ് കമ്മീഷണേഴ്സ് റിപ്പോർട്ട് 1792-93. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയ്ക്കെതിരായ കലാപത്തിൽ കുറിച്യർക്കൊപ്പം പങ്കെടുത്ത ഗോത്ര വിഭാഗമേത്? കുറുമ്പർ. തിരുവിതാംകൂർ ഇംഗ്ലീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത് ഏത് വർഷത്തിലാണ്? AD 1795. തിരുവിതാംകൂർ ഇംഗ്ലീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത് ഏത് വർഷത്തിലാണ്? AD 1795. വ്യാപാര ആവശ്യത്തിന് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാർ. വ്യാപാര ആവശ്യത്തിന് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാർ. കേരളത്തിലെ മയ്യഴി ഏത് വിദേശ കമ്പനിയുടെ അധിനിവേശ പ്രദേശമായിരുന്നു? ഫ്രഞ്ച്. ഫ്രഞ്ചുകാർക്ക് 1763 ശേഷം കേരളത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ഏക പ്രദേശം മയ്യഴി. മാഹി മഹാജനസഭ രൂപവത്കൃതമായ വർഷം 1938. ആരുടെ നേതൃത്വത്തിലാണ് മാഹി മഹാജനസഭയുടെ പ്രവർത്തനങ്ങളാണ് മാഹിയെ ഫ്രഞ്ച് ഭരണം അവസാനിപ്പിച്ചത്? IK കുമാരൻ മാസ്റ്റർ. ആരുടെ നേതൃത്വത്തിലുള്ള മാഹി മഹാജനസഭയുടെ പ്രവർത്തനങ്ങളാണ് മാഹിയെ ഫ്രഞ്ച് ഭരണം അവസാനിപ്പിച്ചത്? IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെട്ടിരുന്നത് IK കുമാരൻ മാസ്റ്റർ. ഇന്ത്യയിൽ പുകയില കൃഷി പരിചയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ പുകയില കൃഷി പരിചയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ.
ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യ പള്ളി സെന്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചി. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യ പള്ളി സെന്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാർ. കശുമാവ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ. കശുമാവ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ. ചവിട്ട് നാടകത്തെ ജനകീയ കലാരൂപമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ. കുരുമുളക്, ഏലം, കറുവപ്പട്ട, ഇഞ്ചി തുടങ്ങിയ കേരളോൽപ്പന്നങ്ങൾ നേരിട്ടയച്ച് അവയ്ക്ക് യൂറോപ്പിൽ പ്രചരണമുണ്ടാക്കിയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ. ശാസ്ത്രീയമായ രീതിയിൽ തെങ്ങ് കൃഷിയും നെൽകൃഷിയും കേരളത്തിൽ പ്രോത്സാഹിപ്പിച്ച യൂറോപ്യൻ ശക്തി ഡച്ചുകാർ. ലോകത്തിലെ ആദ്യത്തെ തേക്കുംതോട്ടം 1842 ബ്രിട്ടീഷുകാർ ആരംഭിച്ച സ്ഥലം നിലമ്പൂർ. നിലമ്പൂരിൽ തേക്ക് തോട്ടം നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയ മലബാർ കളക്ടർ HV കൊനോലി. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വിദേശ ശക്തി ബ്രിട്ടീഷുകാർ. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വിദേശ ശക്തി ബ്രിട്ടീഷുകാർ. മലബാറിലെ ജലഗതാഗതം സുഗമമാക്കിയ മലബാർ കളക്ടർ കൊനോലി. ഏഷ്യയിൽ രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചത് എവിടെയാണ്? അഞ്ചരക്കണ്ടി. ഏഷ്യയിൽ രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചത് അഞ്ചരക്കണ്ടി.